ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. വെളിപ്പാട് ഹല്ലേലൂയ 10-ാം അധ്യായം. ഹല്ലേലൂയ, സ്തോത്രം. ബലവാനായ മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ മേഘം ഉടുത്തും തലയിൽ ആകാശവില്ല് ധരിച്ചും മുഖം സൂര്യനെ പോലെ പോലെയും ഉള്ളവൻ. ഹല്ലേലൂയ. അവൻ മേഘം ധരിച്ചും ഹല്ലേലൂയ, സ്തോത്രം, മേഘം ഉടുത്തും തലയിൽ ആകാശവില്ല് ധരിച്ചും ഹല്ലേലൂയ, മുഖം സൂര്യനെ പോലെയും കാലുള്ളവൻ, കാൽ തീത്തൂണ് പോലെയും ഉള്ളവൻ. ഹല്ലേലൂയ. അവൻ്റെ കയ്യിൽ തുറന്നൊരു ചെറുപുസ്തകം ഉണ്ടായിരുന്നു. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അവൻ വലംകാൽ സമുദ്രത്തിന്മേലും ഇടംകാൽ ഹല്ലേലൂയ, സ്തോത്രം, ഇടംകാൽ ഭൂമിയിൽ മേലും വെച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഓ, സിംഹം അലറുന്നതുപോലെ അത്യുച്ചത്തിൽ ആർത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ആർത്തപ്പോൾ 7 ഇടി മുഴങ്ങി. ആമേൻ, സ്തോത്രം. 7 ഇടി. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഞാൻ എഴുതുവാൻ 7 ഇടി മുഴങ്ങിയപ്പോൾ ഞാൻ എഴുതുവാൻ ഭാവിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ എന്നോട് ആമേൻ, മുദ്രയിട്ടിരിക്കുക, എഴുതാതെ മുദ്രയിട്ടിരിക്കുക എന്ന് സ്വർഗത്തിൽ നിന്നും ഒരു ശബ്ദവും ഉണ്ടായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. സമുദ്രത്തിന്മേലും ഭൂമിയിൽ മേലും നിൽക്കുന്നവനായി ഞാൻ കണ്ട ദൂതൻ വലങ്കയിൽ ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ, വലങ്കൈ ആകാശത്തേക്ക് ഉയർത്തി. ഹല്ലേലൂയ. സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്നവനായി ഞാൻ കണ്ട ദൂതൻ ആമേൻ വലങ്കൈ ആകാശത്തേക്ക് ഉയർത്തി. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഓ ജീസസ്. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. 7ാമത്തെ ആമേൻ, സ്തോത്രം. ഇനി കാലം ഉണ്ടാകുകയില്ല. ഹല്ലേലൂയ. ആമേൻ. ക്രിസ്തുവിൻ്റെ വരവസന്നമായിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആ ദൈവം ഹല്ലേലൂയ ഭൂമിയിൽ അവതരിപ്പാൻ ഹല്ലേലൂയ, ആമേൻ, അവസാനം എത്തിയിരിക്കുന്നു. ഇനി കാലം ഉണ്ടാകുകയില്ല എന്ന് ഹല്ലേലൂയ അവിടെ പറയുന്നതായി നമുക്ക് ഹല്ലേലൂയ അവിടെ കാണാം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഇനി കാലം ഉണ്ടാകുകയില്ല. 7ാമത്തെ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിൻ്റെ കാലത്ത് ദൈവത്തിൻ്റെ മർമ്മം അവൻ തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുക്കുന്നത് പോലെ നിവർത്തിയാക്കുമെന്നും ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഓ, ആമേൻ. ആകാശവും അതിലുള്ളതും ഭൂമി അതിലുള്ളതും ഹല്ലേലൂയ, ആമേൻ, സമുദ്രവും അതിലുള്ളതും ഹല്ലേലൂയ, സ്തോത്രം, സൃഷ്ടിച്ചവനെ ചൊല്ലി ഹല്ലേലൂയ അവർ ഹല്ലേലൂയ, ആമേൻ, സത്യം ചെയ്തു. ഹല്ലേലൂയ ചെയ്തതായി ഇവിടെ ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ വെളിപ്പാടിൽ ആമേൻ പറയുന്നു. ഹല്ലേലൂയ. അവസാനത്തിൻ്റെ നാളുകൾ ഹല്ലേലൂയ ക്രിസ്തുവിൻ്റെ വരവസന്നമായിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഉൽപ്പത്തിയിൽ ആരംഭിക്കുമ്പോൾ ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഉൽപ്പത്തിയിൽ ഹല്ലേലൂയ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നു. ഹല്ലേലൂയ വെളിപ്പാടിൽ അവസാനമുണ്ടാകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഉൽപ്പത്തിയിൽ ഹല്ലേലൂയ, സ്തോത്രം, ആ പരിശുദ്ധൻ ഹല്ലേലൂയ, ആമേൻ, സകലവും ഉളവാക്കുന്നു. എന്നാൽ ഹല്ലേലൂയ വെളിപ്പാടിൽ അത് അവസാനമാകുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഉൽപ്പത്തിയിൽ ആരംഭിക്കുന്നത് ആമേൻ, ആമേൻ, വെളിപ്പാടിൽ അത് അവസാനിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ സ്വർഗത്തിൽ നിന്നും കേട്ട ശബ്ദം പിന്നെയും എന്നോട് സംസാരിച്ചു. നീ ചെന്ന് സമുദ്രത്തിനുമേലും ഭൂമിമേലും നിൽക്കുന്ന ദൂതൻ്റെ കയ്യിൽ നിന്നും ചെറുപുസ്തകം വാങ്ങി ഹല്ലേലൂയ, ആമേൻ, കഴിക്കുക എന്നോട് പറഞ്ഞു. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അവൻ എന്നോട് നീ ഇത് വാങ്ങി തിന്നുക. ഹല്ലേലൂയ. ആ ചെറുപുസ്തകം എന്നോട് വാങ്ങി തിന്നുക എന്നോട് പറയുവാൻ ഇടയായി. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. നീ ചെന്ന് സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്ന ദൂതൻ്റെ കയ്യിൽ നിന്നും തുറന്നിരിക്കുന്ന ചെറുപുസ്തകം വാങ്ങി തിന്നുക എന്ന് കൽപ്പിച്ചു. ഹല്ലേലൂയ. ഞാൻ ദൂതൻ്റെ അടുക്കൽ ചെന്നു. എന്നാൽ ചെറുപുസ്തകം ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ആ ദൂതൻ്റെ അടുക്കൽ ചെന്നു ചെറുപുസ്തകം തരുവാൻ പറഞ്ഞു. അവൻ എന്നോട് നീ ഇത് വാങ്ങി തിന്ന് അത് നിന്റെ വായിലെ കയ്പിക്കും. എങ്കിലും
ഹാലലിയ സ്തോത്രം ഹാലലിയ വായ് മധുരിക്കും എങ്കിലും ആമേൻ വയറ് കച്ചുപോകുമെന്ന് എന്നോട് പറയുവാൻ ഇടയായി. ഹാലലിയ സ്തോത്രം ഹാലലിയ ആമേൻ സ്തോത്രം. ഇത് വാങ്ങി തിന്നാൽ വാ കച്ചുപോകും. ആമേൻ വായ് നിൻ്റെ വായ് ആമേൻ മധുരിക്കും, എന്നാൽ ഹാലലിയ ആമേൻ നിൻ്റെ വയർ കച്ചുപോകുമെന്ന് പറഞ്ഞു. ഹാലലിയ ഞാൻ ദൂതൻ്റെ കയ്യിൽ നിന്നും ചെറുപുസ്തകം വാങ്ങി തിന്നു. ഹാലലിയ ആമേൻ അത് എൻ്റെ വായ്ക്ക് നല്ല മധുരമായിരുന്നു, എന്നാലോ എൻ്റെ വയർ കച്ചുപോയി. ഹാലലിയ ഹാലലിയ സ്തോത്രം ഹാലലിയ. അപ്പോൾ ആ ദൂതൻ എന്നോട് പറയുന്നത് ഹാലലിയ സ്തോത്രം ആമേൻ ആമേൻ സ്തോത്രം, നീ ഇനിയും അനേകം വംശങ്ങളെയും ജാതികളെയും ആമേൻ അനേക വംശങ്ങളെയും ജാതികളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് പ്രവചിക്കേണ്ടി വരും എന്ന് ആമേൻ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ എന്ന് ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ ആമേൻ സ്തോത്രം പറയുവാനിടയായി. ഹല്ലേലൂയ സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിൽ ഹല്ലേലൂയ ദൈവം സകലതും ആരംഭിക്കുന്നു, സകലതും സൃഷ്ടിക്കുന്നു, മനുഷ്യനെ ഉണ്ടാക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ആമേൻ മനുഷ്യനെ ഉണ്ടാക്കുന്നു. ഹല്ലേലൂയ ഭൂമിയും ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നു. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സമുദ്രത്തിന്മേലും ആമേൻ സ്തോത്രം ഹല്ലേലൂയ സമുദ്രവും അതിലുള്ളതും ഹല്ലേലൂയ വെളിച്ചവും ആമേൻ ഇരുളും ഒക്കെയും ഉണ്ടാക്കുന്നു. ഉളകാട്ടെ എന്ന് ആമേൻ സ്ഥാപിക്കുമ്പോൾ എന്നാൽ വെളിപ്പാടിൽ അത് എല്ലാം അവസാനിക്കുന്നു. ഹല്ലേലൂയ വെളിപ്പാടിൽ ഹല്ലേലൂയ ക്രിസ്തുവിൻ്റെ വരവസന്നമായിരിക്കുന്നു. ഹല്ലേലൂയ അവൻ വരികയും ഹല്ലേലൂയ അവൻ വന്നു. ഹല്ലേലൂയ ആമേൻ 12 വൈഡൂര്യങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ആ സ്വർഗരാജ്യം ഹല്ലേലൂയ ആ സ്വർഗരാജ്യത്തിൽ ഹല്ലേലൂയ ആമേൻ കൂട്ടിച്ചേർക്കുവാൻ വേണ്ടി ആമേൻ ഹല്ലേലൂയ ദൈവത്തിൻ്റെ വിശുദ്ധന്മാരെ ചേർത്തുകൊള്ളുവാൻ ഹല്ലേലൂയ സർവ്വജനത്തിൻ്റെ മേലും ഹല്ലേലൂയ ആമേൻ സ്തോത്രം ന്യായവിധി ആമേൻ ന്യായം നടത്തുവാൻ കടന്നു വരുന്നു. ഹല്ലേലൂയ കർത്താവുതൻ ഗംഭീരനാഥത്തോട് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നാം ഇനി ഉണരുവിൻ. ഹല്ലേലൂയ ക്രിസ്തു പറഞ്ഞതുപോലെ ഹല്ലേലൂയ ആമേൻ നിങ്ങൾ ഹല്ലേലൂയ ഉണർന്ന് ആമേൻ പ്രാർത്ഥിപ്പിൻ, പരീക്ഷയിൽ അകപ്പെട്ടു പോകാതെ ഹല്ലേലൂയ ദൈവത്തിൽ ഉണർന്ന് പ്രാർത്ഥിപ്പിൻ. ഹല്ലേലൂയ നാം ഉണർന്ന് ദൈവത്തിലാകുവിൻ. ഹല്ലേലൂയ 12 വൈഡൂര്യങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട വൻപതിൽ ഹല്ലേലൂയ ദൈവമായിരുന്നു, വിളക്കായിരുന്നു കുഞ്ഞാട്. ഹല്ലേലൂയ അവിടെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഏതൊന്നും അവിടെ ആവശ്യമില്ല. ഹല്ലേലൂയ അവിടെ ദുഃഖമോ മുറവിളിയോ കഷ്ടമോ കണ്ണുനീരോ അവിടെ ഏതൊന്നുമില്ല. ഹല്ലേലൂയ നമ്മെ ചേർത്തുകൊള്ളുവാൻ അവൻ മേഘാരൂഢനായി വരുന്നു. ഹല്ലേലൂയ ഏത് കണ്ണും അവനെ കുത്തി തുളച്ച് കാണും. ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ ആമേൻ നിൽക്കുന്ന ആ നിലയങ്കി ധരിച്ച പിതാവ്. ഹല്ലേലൂയ ആമേൻ പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് ഈ മൂന്നും ചേർന്നത് ഹല്ലേലൂയ ഒരു ദൈവം. ഹല്ലേലൂയ ആ ദൈവം ഹല്ലേലൂയ ആമേൻ ഉൽപ്പത്തി പുസ്തകത്തിൽ എല്ലാം സ്ഥാപിതമാക്കുമ്പോൾ ഹല്ലേലൂയ ആമേൻ അതിൽ നിന്നൊക്കെ നഷ്ടമാകുന്നു. ദൈവത്തിനെല്ലാം നഷ്ടമാകുന്നു, മനുഷ്യൻ നഷ്ടമാകുന്നു. ഏതെന്നിൽ നിന്നും പാപം ചെയ്ത് തള്ളപ്പെടുന്നു. ഹല്ലേലൂയ മനുഷ്യൻ അതിക്രമിക്കുന്നതായൊക്കെ വചനങ്ങൾ അങ്ങനെ പഠിച്ചു പോകുമ്പോൾ ഹല്ലേലൂയ വെളിപ്പാടിൽ ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ 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 പുത്രനെ ആമേൻ പരിശുദ്ധാത്മാവിനെ പുത്രനായി ഭൂമിയിൽ ഹല്ലേലൂയ നൽകുകയും ആമേൻ ഹല്ലേലൂയ ആമേൻ മരിച്ചു അടക്കപ്പെട്ടവൻ ആമേൻ സ്തോത്രം ഹല്ലേലൂയ നമുക്കായി കാൽവരിയിൽ യാഗമാകുകയും ഹല്ലേലൂയ പുത്രൻ ഹല്ലേലൂയ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുകയും ഹല്ലേലൂയ സ്തോത്രം അവൻ ആമേൻ മേഘാരൂഢനായി വരുവാനും ആമേൻ സമയമെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ ഇനി കാലമുണ്ടാകുകയില്ല എന്നാണ് ഹല്ലേലൂയ വെളിപ്പാടിൽ ഹല്ലേലൂയ 10-ാം അധ്യായം 6-ാം ആമേൻ സ്തോത്രം ഹല്ലേലൂയ 6-ാം വാക്യത്തിൽ പറയുന്നത്. ഹല്ലേലൂയ 6-ാം വാക്യത്തിൽ പറയുന്നത് ഇനി കാലം ഉണ്ടാകുകയില്ല. ആമേൻ 7-ാമത്തെ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന നാഥൻ്റെ കാലത്ത് ദൈവത്തിൻ്റെ മർമ്മം
അവൻ തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. അവൻ തൻ്റെ ദാസന്മാർക്ക് അറിയിച്ചു കൊടുക്കുന്നു, പ്രവാചകന്മാരായ ദാസന്മാർക്ക്. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ മർമ്മം ഹല്ലേലൂയ അറിയിച്ചു കൊടുക്കുന്നു. ആ ദൈവത്തിൻ്റെ മർമ്മം ഹല്ലേലൂയ ഇന്ന് ഭൂമിയിൽ ആമേൻ വിശുദ്ധന്മാർ പ്രസ്താവിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഇത് കേൾക്കുവാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഹല്ലേലൂയ, ഓ ഇതിൽ ഹല്ലേലൂയ ഉണരുവാൻ ആമേൻ മനസ്സുള്ളവൻ ഉണരട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിൻ്റെ വരവസന്നമായിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, നാം യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ ഹല്ലേലൂയ രക്ഷ പ്രാപിക്കുമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ, നാം ഭയപ്പെടുവാനുള്ള കാലം, ഹല്ലേലൂയ യഹോവയെ സ്വീകരിക്കുവാനുള്ള കാലം, അവനെ സ്വന്തം രക്ഷിതാവായി ഹല്ലേലൂയ ആമേൻ ഉൾക്കൊള്ളുവാനുള്ള കാലം കടന്നു വന്നിട്ട് ഇനി കാലമില്ല, അവസാന കാലം, ഇത് അന്ത്യകാലം. ഹല്ലേലൂയ, ജാതിയോടും രാജ്യത്തോടും എതിർക്കുന്നൊരു കാലം. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ക്ഷാമവും ഭൂകമ്പവും കടന്നു വരുന്നൊരു കാലം. ആമേൻ, മത്തായിയിൽ ഹല്ലേലൂയ നാം പഠിക്കുന്നുവല്ലോ. ഹല്ലേലൂയ 24 അധ്യായത്തിൽ നാം പഠിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആ കാലങ്ങളിൽ ആമേൻ ആ കാലഘട്ടങ്ങളാണ് ആമേൻ അന്ത്യകാലഘട്ടങ്ങൾ. ഹല്ലേലൂയ, ആമേൻ പാട്ടുകാരൻ പ്രവചിച്ചു പറഞ്ഞതുപോലെ ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, അന്ത്യകാല അഭിഷേകം ആമേൻ സകല ജഡത്തിന്മേലും. കൊയ്ത്തുകാല സമയമല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. ആത്മാവിൽ നിറയുവാൻ ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, തീ പോലെ ഇറങ്ങുന്നൊരു കാലം. ഹല്ലേലൂയ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. സ്തോത്രം. ഹല്ലേലൂയ, അഗ്നിനാവായി പതിയണമേ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. തീ ഇറങ്ങുന്ന ഒരു കാലം ഹല്ലേലൂയ കടന്നിരിക്കുന്നു. ഹല്ലേലൂയ, കടന്നു വന്നിരിക്കുന്നു. ഹല്ലേലൂയ, അവൻ കതിർവാമേൻ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. ലോകത്തെ കുറിച്ച് അവിടെ പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. കൊയ്യുവാൻ കടന്നു വരുന്നു. ഹല്ലേലൂയ, കൊയ്ത് ഹല്ലേലൂയ കളയെ നീക്കി. ഹല്ലേലൂയ, സ്തോത്രം. പതിർ മാറ്റി. ഹല്ലേലൂയ, നല്ലതിനെ തിരഞ്ഞെടുത്തു അവൻ. ഹല്ലേലൂയ, ബാക്കിയുള്ളതിനെ തീയിലിട്ട് ചുട്ടുകളയുന്നൊരു കാലം കടന്നു വന്നിരിക്കുന്നു. സർവശക്തൻ ഹല്ലേലൂയ ഈ ഭൂമിയിൽ ഉളവാകാമേൻ. ആമേൻ, വരാറായി മേഘാരൂഢനായി കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും കൂടെ ആമേൻ ഈ ലോകത്തിൽ കടന്നു വരാറായി. ജീസസ്, പ്രിയമുള്ളവരെ, നാം ഉണരുക. ഹല്ലേലൂയ, ആമേൻ. നാം നമ്മുടെ വിശുദ്ധിയെ തികച്ചു ഉണർന്ന് ഹല്ലേലൂയ ക്രിസ്തുവിനെ എതിരേൽപ്പാൻ തക്കവണ്ണം ജയം പ്രാപിക്കുക. ഹല്ലേലൂയ, അവൻ കടന്നു വന്നു. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ, 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നീലയങ്കി ധരിച്ചു നിൽക്കുന്ന ആ സ്വർഗത്തിലെ ദൈവം. ഹല്ലേലൂയ, ആ സ്വർഗരാജ്യത്തിന് ഹല്ലേലൂയ സ്തോത്രം. നാം ഹല്ലേലൂയ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുവാൻ ഹല്ലേലൂയ വാഞ്ചയുള്ളവരായി, മോഹമുള്ളവരായി ഹല്ലേലൂയ ആമേൻ ദൈവിക ഭക്തിയുമായി ഹല്ലേലൂയ ദൈവത്തെ സേവിക്കുവാൻ കർത്താവ് ഇതാ കടന്നു വരാറായി. ഹല്ലേലൂയ, നാം ഉണർന്ന് ആമേൻ, സ്തോത്രം. ആമേൻ, ആത്മാവിൽ നിറയുക. നാം ഉണർന്ന് ഹല്ലേലൂയ ക്രിസ്തുവിനോട് ചേരുക. ഹല്ലേലൂയ, പ്രിയമുള്ള ജനമേ, നാം ഉണർന്ന് ക്രിസ്തുവിനോട് ചേരുക. അവൻ നമ്മുടെ മണവാളൻ. അവൻ നമ്മെ ഹല്ലേലൂയ തൻ്റെ ആമേൻ വിശുദ്ധയാ സഭയെ ചേർത്തുകൊള്ളുവാൻ ആമേൻ ലോകത്ത് കടന്നു വരുന്നു. ജീസസ്, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഇരുട്ടറയിൽ ഇരുട്ടിൻ്റെ അന്ധതയിലേക്ക് പോകാതെ ആമേൻ, സ്തോത്രം. ആ വിശുദ്ധ ആമേൻ വസ്ത്രം ധരിച്ച ആ വിശുദ്ധ സ്ഥലത്തെത്തിച്ചേരുവാൻ വാഞ്ചയുള്ളവരായി, മോഹമുള്ളവരായി ഹല്ലേലൂയ ആമേൻ നാം ഒരുങ്ങുവിൻ. ഹല്ലേലൂയ, യേശു ആമേൻ കടന്നു വരാറായി. ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ, ആ ദൈവത്തിൻ്റെ അടുക്കൽ എത്തുവാൻ ആമേൻ ആമേൻ കാലം നമ്മെ ഹല്ലേലൂയ മാടി വിളിക്കുന്നു. കാലം ആമേൻ കടന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഇത് അന്ത്യകാലം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, അന്ത്യകാല അഭിഷേകം
സകല ജഡത്തിൻ്റെ മേലും കൊയ്ത്തുകാല സമയം, കൊയ്യുവാനുള്ള സമയം ഓ ആത്മാവിൽ നിറയ്ക്കുക. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ. ഓ ജീസസ്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഓ ഒഴുകണമേ, ഒഴുകണമേ. ആമേൻ, ആമേൻ. തീ പോലെ ഇറങ്ങണമേ, ഒഴുകണമേ, അഗ്നിനാവായി പതിയണമേ, സകല മക്കളിലും പതിയണമേ. ഓ വെളിപ്പാട് ആമേൻ ഉൽപ്പത്തിയിൽ ആരംഭിക്കുമ്പോൾ വെളിപ്പാടിൽ അവസാനിക്കുന്നു. സകലതും ആമേൻ നഷ്ടം, ആമേൻ സകലതും നശിക്കുവാനുള്ള ആമേൻ സ്തോത്രം ക്രിസ്തുവിന് കൊയ്യുവാനുള്ള സമയമാകുന്നു. ഹല്ലേലൂയ. വെളിപ്പാടിൽ നാം എത്തിയിരിക്കുന്നു പ്രിയ ആമേൻ മക്കളിൽ. ഹല്ലേലൂയ. ഇത്ര സമയം ദൈവത്തിൻ്റെ ആമേൻ ഹല്ലേലൂയ ആമേൻ വചനത്തെ കേൾപ്പാൻ വാഞ്ചയുള്ളവരായി മോഹമുള്ളവരായി കാണപ്പെടുവിൻ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ല, തീ പോലെ ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ല, ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ, ആത്മനദിയായി ഒഴുകണമേ, ആത്മനദിയായി ഒഴുകണമേ, ആത്മനദിയായി ഒഴുകണമേ, ആത്മനദിയായി ഒഴുകണമപ്പോ. അപ്പോ നിന്റെ സാന്നിധ്യത്തിനായി സ്തോത്രം പിതാവേ. ആത്മാ നദിയായി ഒഴുകണമേ, സകല മക്കളിലും തീ പോലെ ഇറങ്ങണമേ. തീയായി, തീമതിലായി, തീയായി ചൊലിക്കട്ടെ. ഓ പിതാവേ, നിന്റെ മക്കളുടെ മേൽ തീയായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവത്തിനും മതിയായ ഓ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ.